ഇപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ MLA വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. ഇവിടെ വേണമെങ്കിൽ സൈക്കിളിലാക്കാം, തിരുവനന്തപുരത്ത് യാത്ര, അസംബ്ലിയിലോട്ട് യാത്ര വേണമെങ്കിൽ സൈക്കിളിലാക്കാന്നൊരു ആലോചനയുണ്ട്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് മറ്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നത് നമ്മളൊക്കെ തന്നെ കണ്ടു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ വാചകത്തിലൂടെ ഒതുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒറ്റ വാചകത്തിലൂടെ പറയേണ്ടതെല്ലാം പറഞ്ഞു തീർക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ആ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ആ ഒരൊറ്റ സെന്റൻസ് അത് ഒരുപാട് പേർക്കുള്ള മറുപടിയായിരുന്നു. ആ മറുപടി എന്താണ് എന്നത് വ്യക്തമാക്കി രംഗത്തേക്ക് വരികയാണ് ചാണ്ടി ഉമ്മൻ. വലിയ ആത്മവിശ്വാസത്തിലാണ് ചാണ്ടി ഉമ്മൻ നിൽക്കുന്നത്. അച്ഛൻ്റെ ആഗ്രഹങ്ങൾ തന്നിലൂടെ സഫലമാക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്ന് ചാണ്ടി ഉമ്മൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. പുതുപ്പള്ളിക്കാർക്ക് വേണ്ടിയുള്ള നേതാവാണ് താൻ. അവർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉള്ളത് എന്നുള്ളത് വ്യക്തമാകുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകളിലൂടെ. പുതുപ്പള്ളിയിൽ കൃത്യമായിട്ടൊരു IT ഹബ്ബ്, അതേപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഒരു വലിയ സ്റ്റേഡിയം, സ്പോർട്സിന് വേണ്ടി കേന്ദ്രീകരിച്ചുള്ള ഒരു സ്റ്റേഡിയം, ഇതൊക്കെ തന്നെ സാധ്യമാക്കുമെന്നുള്ള വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രം കാട്ടിക്കൂട്ടിയ ഒരു രീതിയല്ല സൈക്ലിംഗ് എന്നുള്ള രീതിയും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുകയാണ്. വേണമെങ്കിൽ നിയമസഭയിലേക്കും സൈക്കിളുമായി താൻ എത്തുമെന്നാണ് ചാണ്ടി ഉമ്മൻ നൽകുന്ന സൂചന. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഹസനമായിരുന്നില്ല ചാണ്ടി ഉമ്മൻ്റെതെന്ന് വ്യക്തമാകുന്നു ഈ പ്രതികരണങ്ങളിലൂടെ. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടെയാണ് ചാണ്ടി ഉമ്മൻ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോലും ഫ്ലെക്സുകളും മറ്റ് ബാനറുകളും ഒക്കെ ഒഴിവാക്കി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിന്റെ ഭാഗമായി 75 ലക്ഷത്തോളം ലാഭം പിടിച്ചിട്ടുണ്ടെന്നും അത് തന്റെ പ്രൊജക്ടിലേക്ക് ചേർത്തുകൊണ്ട് അതും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നീക്കിവെക്കുകയാണ് എന്നും വ്യക്തമാക്കുന്നു ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തോന്നി, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് തോന്നി. സ്കൂട്ടറിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ എളുപ്പം സ്കൂട്ടറാന്ന് വിചാരിച്ച്. പക്ഷെ സ്കൂട്ടറൊന്നും എനിക്ക് പിടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയാ ഇലക്ട്രിക് ഹൈബ്രിഡ് സൈക്കിൾ കാണുന്നത്. അപ്പൊ ചവിട്ടുകയും ചെയ്യാം, നമുക്ക് സ്പീഡ് കിട്ടുകയും ചെയ്യും മോട്ടോർ ഉപയോഗിച്ച്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ഫാസിനേഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനത് മേടിച്ച് ഞാൻ അതിൽ യാത്ര തുടങ്ങിയത്. അപ്പൊ ഇച്ചൂടെ ആൾക്കാരുമായിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് പോകുമായിരുന്നു. അപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ MLA വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇനിയും എന്ത് വേണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇവിടെ വേണമെങ്കിൽ സൈക്കിളിലാക്കാം, തിരുവനന്തപുരത്ത് യാത്ര, അസംബ്ലിയിലോട്ട് യാത്ര വേണമെങ്കിൽ സൈക്കിളിലാക്കാന്നൊരു ആലോചനയുണ്ട്. ഫുൾ ടൈം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സൈക്കിൾ പോകുന്നതിന് നല്ല ഐഡിയ. ഗ്രീൻ പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്. അതൊരു ചാൻസിൽ ഞാൻ സൈക്കിൾ ഓടിക്കാൻ തീരുമാനിച്ചതാണ് അത്. പക്ഷെ ഇത്രയും ജനത്തിന് അതിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. 50,000 തന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുതൽ മാർജിൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ SIR ഒത്തിരി വോട്ട് കട്ട് ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോഴും 10,000 വോട്ട് കട്ടായി പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10,000 പേർക്ക് വരാൻ പറ്റാത്ത, യുദ്ധം കാരണം വരാതെ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പം ഈ സൈക്ലിംഗ് ജനങ്ങൾ ഇത്രയും സ്വീകരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. പക്ഷെ അതിനകത്ത് നമുക്ക് ഇച്ചൂടെ ഇലക്ഷന്റെ കാര്യങ്ങൾക്ക് ചെറിയൊരു കുറവ് അവിടെ ഇവിടെയൊക്കെ വരുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് പൊതുജനത്തിന് തോന്നലുണ്ട്. അതിന്റെ കൂടി വിചാരമാണ്, അല്ലെങ്കിൽ അതിന്റെ കൂടി റിസൾട്ടുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇത്ര വലിയ ഒരു വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യമല്ല. ഞാൻ എന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആക്ച്വലി ഫ്ലെക്സ് വെക്കണോ വേണ്ടോ എന്നൊരു ആലോചന വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത്, ഞാനൊരു പ്രോജക്റ്റുമായിട്ട് 2.5 വർഷം നടന്നു. ആ പ്രോജക്റ്റ് ഞാൻ നടപ്പിലാക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു കുറെ വീടുകൾ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇപ്പോഴേ എനിക്ക് ഒരു കോസ്റ്റ് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ വീടുകൾ ചെയ്യുവാൻ കുറച്ചുകൂടെ എന്റെ പ്രോജക്റ്റിന് സഹായകരമായി തീരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലെക്സും പോസ്റ്റും
ബാനർ ഒഴിവാക്കി. അതുകൊണ്ട് എനിക്ക് വലിയ തലവേദന ഒഴിവാക്കി എന്ന് പറയാം. ഒന്ന്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡൻ, ഇത് അടിക്കുന്നതിന്റെ വെക്കുന്നതിന്റെ ഒക്കെ ബേർഡൻ, പിന്നെ അതിന്റെ പുറത്തുള്ള തർക്കങ്ങൾ, അതിന്റെ പുറത്തുള്ള കേസുകൾ. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ പുതുപ്പള്ളി മാത്രമാണ് ഒരു കേസില്ലാത്ത ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു ഇലക്ഷൻ കേസ് പോലും ഫയൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. കൊട്ടിക്കലാശത്തിന്റെ അന്ന് ചെറിയൊരു തർക്കം ഉണ്ടായി, CPM BJP തർക്കം ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാൽ ഒരു വയലൻസ് പോലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ പീസ്ഫുൾ ആയി. കാരണം ഇതിനകത്ത് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യം, നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും അല്ലെങ്കിൽ ഫ്ലെക്സ് വെക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും തർക്കം പാർട്ടികൾ തമ്മിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു തർക്കം പോലും ഇല്ലാത്ത വിധം ഈ ഇലക്ഷൻ തീർന്നു എന്നുള്ളത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ജനങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം എന്റെ പ്രാക്ടിക്കൽ സാഹചര്യം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, അല്ലാതെ നമ്മളൊരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആരോടെങ്കിലും എതിർപ്പായിട്ടോ ഒന്നും അത് ചെയ്തതല്ല. പക്ഷെ എന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൊണ്ടും ഞാനൊരു മുന്നോട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ അടിസ്ഥാനമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് അതിനുണ്ടായി എന്നുള്ളത് മറുവശമാണ്. പിന്നെ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം, ഞാൻ MLA ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട തൊട്ട് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കണം എന്നുള്ളതായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഞാനൊരു വീട്ടിൽ പ്രചരണത്തിന് അന്ന് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എന്റെ മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം ഒരുക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു പേരന്റ് എന്റെ ജീവിതത്തിൽ കളിക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്താണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കണം. ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ടർഫ് ഉണ്ടാക്കിച്ചു, അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമതൊരു ടർഫ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനോട് ചേർന്നാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം, അതിന് സ്ഥലം വിട്ടു തരുവാൻ കുറച്ചുപേര് മാനസികമായിട്ടെങ്കിലും തയ്യാറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ IPL ഫാൻ പാർക്ക് പുതുപ്പള്ളിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത പ്രാവശ്യം IPL നടത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ IPL നടത്തുക അവരുടെ കുറെ നോംസ് ഉണ്ട്, പക്ഷെ നടത്തുവാനുള്ള സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളത് എന്റെ പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റിയിലേക്ക് ഞാൻ കടന്നു. 2.5 വർഷമായിട്ട് ഞാൻ എന്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അടുത്ത 2.5 വർഷം കൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം, അത് ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പറയുന്ന സ്പോർട്സിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു എക്കോണമി, അത് കേരളത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്പോർട്സിൽ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏറ്റവും ഉയർന്ന കേട്ട പേരാ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. മെസ്സി വന്നു, പക്ഷെ നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കിയെല്ലാ നാട്ടിലും വന്നു പോയി. ഞാൻ പറയുന്നത് നമുക്കിനി നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി ഉണ്ടാവണം. ഞാൻ അന്ന് തൊട്ട് പറയുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി ഉണ്ടാവണം. ആ മെസ്സി വന്ന് പോയപ്പോ തന്നെ ഇവിടുന്ന് ഒരു 16-20 കോടി രൂപ കൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. 4 സ്ഥലത്ത് 4 ദിവസം ചെലവഴിച്ചതിനാണ് 20 കോടി അല്ലെങ്കിൽ 30 കോടി. അവർക്കുള്ള നേട്ടം അങ്ങനെയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടി ചെറുപ്പക്കാരെ കൂടുതൽ സ്പോർട്സിലേക്കും നമുക്ക് നയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അത് തന്നെയാണ്. 2, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇവിടെ നമുക്കൊരു IT-യുടെ ഹബ്ബ് കോട്ടയത്തിന് വേണം, അത് പുതുപ്പള്ളിയിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഇതിനു മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതും അന്നത്തെ ഗവൺമെന്റിനോട് പറഞ്ഞത്, ഞാൻ സ്ഥലം വിട്ടുതരാം, ഞങ്ങൾക്ക് ഒരു IT ഹബ്ബ് വേണം. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ശമ്പളം മേടിക്കുന്ന ഒരു മലയാളി ശ്രീ തോമസ് കുര്യൻ, പാമ്പാടിക്കാരനാ, പുതുപ്പള്ളിയിൽ നിന്നാണ്. അദ്ദേഹം പോയി അമേരിക്കയിൽ പോയി ഒത്തിരി നാൾ അവിടെ പ്രവർത്തിച്ചു, വലിയ ഉയർന്ന നിലയിൽ നിൽക്കുന്നു. ഗൂഗിൾ ക്ലൗഡിന്റെ CEO ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനും അതുപോലെ തന്നെ ഒരു IT കമ്പനിയുടെ ആളാണ്. പക്ഷേ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ 1,50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ ആന്ധ്രയ്ക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് വിടുന്നതിന് അർത്ഥം എന്താ? അതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കുവാൻ, എന്നും വിദേശത്ത് പോയി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തലയുയർത്തി ജീവിക്കുവാനുള്ള IT രംഗത്ത് സാഹചര്യം ഒരുക്കുവാൻ ഒരു IT ഹബ്ബാണ് 2ാമത്തെ പ്രയോറിറ്റി. 3ാമത്തെ പ്രയോറിറ്റി
ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ആക്കി പുതുപ്പള്ളി ഉയർത്തുക എന്നുള്ളതാണ്. അനവധി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിന്റെ പ്രത്യേകിച്ച് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം ഞാൻ MLA ആയപ്പോ തൊട്ട് എന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി പെട്ടൊരു കാര്യമാണ്. സർക്കാർ സഹായിച്ചിട്ടില്ല. ഞാൻ കല്യാൺ ജുവലേഴ്സിൽ നിന്ന് 15 ലക്ഷം രൂപ അതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന് സഹായമാണ് ആവശ്യം. കാരണം എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കേരളയ്ക്ക് വിട്ടുകൊടുത്തത് 10,000-3000 വർഷം പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അടിസ്ഥാനപ്പെടുത്തി അവിടെ ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു അജണ്ട ആയിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള പുതുപ്പള്ളിയെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു